സുപ്രീമത്തിന്റെ ഒരു ഇക്വലന്റ് ഡെഫിനിഷനാണ് ഈ ലെമ്മയിൽ കൊടുത്തിരിക്കുന്നത്. അതായത് സുപ്രീമം എസ് ഇസ് യു ഇസ് ദ സുപ്രീമം ഓഫ് എ സെറ്റ് എസ് എന്ന് പറയുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. നമുക്ക് വേണമെങ്കിൽ യു എന്ന് എഴുതുന്നതിന് പകരം വേണമെങ്കിൽ ക്യാപിറ്റൽ എം എന്ന് എഴുതാം. Capital M is an upper bound such that for every epsilon greater than 0 there exists x epsilon in S such that m minus epsilon less than x epsilon. ഇത് ഒരു ഇക്വലന്റ് ഡെഫിനിഷൻ ആയിട്ട് എടുക്കാം. കണ്ടോ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. അതേ ഈ ലെമ്മ ഒന്ന് പ്രൂവ് ചെയ്യാം. പ്രൂഫ് എന്തൊക്കെയാ തന്നിട്ടുള്ളത്? given that M is an upper bound, അല്ലേ? Capital M is an upper bound of a set S in R, subset of R. And this S is a non-empty set. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് capital M is the supremum of S if and only if this is true. So first we assume that M is the supremum of S and we prove this condition. Then we assume this condition and we prove it is the supremum. Okay. So first we assume that suppose that M is the supremum. M is the supremum of the set S. എന്ന് വിചാരിക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? Supremum means least upper bound. Least upper bound of S. Least upper bound എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ upper bounds in the least element. Okay, so this is the least element of the set of all upper bounds. Least element of the upper bounds എന്ന് എഴുതിയാലും മതി അല്ലേ? Least element of the upper bounds of S. Set S ന്റെ upper bounds ന്റെ least element ആണ് capital M. ഇനി പ്രൂവ് ചെയ്യുന്നത് എന്താണ്? പ്രൂവ് ചെയ്യേണ്ടത് to prove for every epsilon greater than 0 there exists x epsilon in S such that m minus epsilon less than x epsilon. Okay, അപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ കണ്ടീഷനാണ്. അപ്പോൾ ആദ്യം ഒരു എപ്സിലോൺ എടുക്കണം അല്ലേ? ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദിസ് ഇസ് ട്രൂ എന്ന് പ്രൂവ് ചെയ്യണം. സോ അതായത് ഒരു എപ്സിലോൺ തന്നിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആൻ എക്സ് എപ്സിലോൺ, ഒരു എലമെന്റ് കണ്ടുപിടിക്കണം. ഇൻ എസ്സിലെ ഒരു എലമെന്റ് കണ്ടുപിടിക്കണം സച്ച് ദാറ്റ് ഈ എക്സ് എപ്സിലോൺ എം മൈനസ് എപ്സിലോണിനേക്കാളും വലുതാണ് എന്നുള്ള രീതിയിൽ ഒരു എക്സ് എപ്സിലോൺ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കിങ്ങനെ പറയാം. സോ ലീസ്റ്റ് എലമെന്റ് ഓഫ് ദി അപ്പർ ബൗണ്ട്സ് ഓഫ് എസ് ആണ് എന്ത്? നമ്മുടെ ക്യാപിറ്റൽ എം. സോ ഫോർ നൗ therefore for every epsilon greater than 0 m minus epsilon എന്ന് പറയുന്നത് എന്താണ്? m minus epsilon is a number less than m. Okay, m minus epsilon is a number less than m കാരണം epsilon is positive and m is the least upper bound എന്ന് പറഞ്ഞാൽ m ആണ് ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട്. സോ എമ്മിനേക്കാളും ചെറിയ അപ്പർ ബൗണ്ട് ഉണ്ടാവില്ല. സോ m minus epsilon is not an upper bound of S. ഓക്കെ, m minus epsilon അപ്പർ ബൗണ്ട് അല്ല. അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ എല്ലാ എലിമെന്റ്സിനേക്കാളും വലുത്, സെറ്റ് എസിലെ എല്ലാ എലിമെന്റ്സിനേക്കാളും വലുതല്ല. പിന്നെയോ ഈ പറയുന്ന സാധനം അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ റൈറ്റ് സൈഡിലും എസിലെ എലിമെന്റ്സ് ഉണ്ട് എന്നർത്ഥം. ഒരു നമ്പർ അപ്പർ ബൗണ്ട് അല്ല എന്നാണ് എന്നർത്ഥം അതിന്റെ റൈറ്റ് സൈഡിൽ ഇനിയും എസിലെ എലിമെന്റ്സ് ഉണ്ട്. അതായത് there exist elements in S such that ഇതിന്റെ റൈറ്റ് സൈഡിൽ എം മൈനസ് എപ്സിലോണിന്റെ റൈറ്റ് സൈഡിൽ ഇനിയും എലിമെന്റ്സ് ഉണ്ട്. ഇത് തന്നെയാണ് പ്രൂവ് ചെയ്യാൻ പറയുന്നത്. എക്സ് എന്ന് എഴുതിയിരിക്കുന്നതിന് എക്സ് എപ്സിലോൺ എഴുതിയിട്ടുണ്ടെന്നുള്ളൂ. ദാറ്റ് ഇസ് അവർ കണ്ടീഷൻ സ്റ്റാർ അല്ലേ? കണ്ടീഷൻ സ്റ്റാർ നമ്മൾ പ്രൂവ് ചെയ്തു. വെൻ വി അസ്യൂം ദാറ്റ് ദിസ് ഇസ് ട്രൂ, എം ഇസ് സുപ്രീമം, ദെൻ വി ഹാവ് പ്രൂവ്ഡ് കണ്ടീഷൻ സ്റ്റാർ ഇസ് ട്രൂ. തിരിച്ച് നമുക്കൊന്ന് കണ്ടീഷൻ സ്റ്റാർ അസ്യൂം ചെയ്യാം. അപ്പോൾ കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് star is true.
Star holds. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? For every epsilon greater than 0, there exists an element in S such that m minus epsilonന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു എലമെന്റ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാണ്. ഇത് അസ്യൂം ചെയ്യാണ്. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എം ഇസ് ദ സുപ്രീമം എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഗിവൺ ദാറ്റ്. അപ്പോൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് എം ഇസ് ദ സുപ്രീമം. എന്തെങ്കിലും തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. എം അപ്പർ ബൗണ്ട് ആണ് എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. Given that m is an upper bound, so it is enough to prove it is the least upper bound. It is the least upper bound എന്ന് പ്രൂവ് ചെയ്താൽ മതി. ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് എമ്മിനേക്കാളും അല്ല, ഒരു അപ്പർ ബൗണ്ട് എടുക്കുക, എന്നിട്ട് അത് ലീസ്റ്റ് എലമെന്റ് എം ആണ്. അതായത് ആ അപ്പർ ബൗണ്ട് എമ്മിനേക്കാളും വലുതാണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് ലെറ്റ് U be an upper bound of S, then to prove M ആണ് ചെറുത്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. M less than or equal to U എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഓൾറെഡി ഒരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്ന എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എന്ന് പ്രൂവ് ചെയ്യണം. എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? സോ ഐ ക്യാൻ റൈറ്റ് ഓൾറെഡി ഇപ്പോൾ നമുക്കുള്ള കാര്യം എം മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എപ്സിലോൺ, ഇങ്ങനെ ഒരു എക്സ് ഉണ്ടെന്നുണ്ട്. ഓക്കെ, എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു കോൺട്രഡിക്ഷൻ എടുത്താലോ? ടു പ്രൂവ് എം എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു, assume to the contrary that it is not true. Assume to the contrary that m is greater than u. m is greater than u എന്ന് വിചാരിച്ചു. അതായത് ഇവിടെയാണ് u, ഇവിടെയാണ് m. So there is a positive distance between this u and m. m minus u is positive. That is m minus u is positive. m minus u is positive. അപ്പോൾ ആ പോസിറ്റീവ് നമ്പറിനെ ഞാൻ എപ്സിലോണിന് എടുത്തു. എപ്സിലോൺ ഇസ് എം മൈനസ് യു. അങ്ങനെയാണെങ്കിൽ എപ്സിലോണിന് എം മൈനസ് യു എടുത്തു. അങ്ങനെയാണെങ്കിൽ സ്റ്റാർ പറയുന്ന ഏത് എപ്സിലോൺ എടുത്താലും അതിൻ്റെ റൈറ്റ് സൈഡിൽ അല്ലേ, എം മൈനസ് എപ്സിലോണിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു എലിമെന്റ് ഉണ്ടാവും എന്ന് പറയാം. അപ്പോൾ സ്റ്റാർ പറയുന്ന അനുസരിച്ച് then by star implies corresponding to this epsilon there exists an element x in S such that m minus epsilonന്റെ റൈറ്റ് സൈഡിലാണ് എക്സ്. ഓക്കെ, എന്താണ് m minus epsilon? That is m minus epsilon is m minus u less than x. That is there exists x in S such that this is true. That is there exists x in S such that m minus u, m minus m plus u അല്ലേ? That means u is less than x. അതായത് യുവിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു എക്സ് ഉണ്ടെന്ന് കിട്ടി. ദിസ് മീൻസ് യു ഇസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട്. യുവിൻ്റെ റൈറ്റ് സൈഡിൽ ഇനിയും സെറ്റിൽ എലിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാറ്റ് ഈസ് വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ ടു our assumption that u is an upper bound. നമ്മൾ u എന്ന് പറഞ്ഞാൽ എന്താ എടുത്തിരിക്കണേ? u upper bound of S എന്ന് പറഞ്ഞാൽ എടുത്തത്.
അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നു യുവിൻ്റെ റൈറ്റ് സൈഡിൽ സെറ്റിലെ ഇനിയും എലിമെൻറ്റ്സ് ഉണ്ട്. സോ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. This is a contradiction to the our assumption that U is an upper bound of S. So this is not possible. എന്താ assume ചെയ്തപ്പോഴാണ് ഇത് വന്നത്? M greater than U എന്ന് assume ചെയ്തപ്പോഴാണ് വന്നത്. Therefore our assumption is wrong. M is less than or equal to U. Assumption is wrong. M is less than or equal to U. പറയാൻ വന്നത് M upper bound U ഒരു upper bound എടുത്താൽ M അതിനേക്കാളും ചെറുതാണ്. That is M is the least upper bound of S or M is the supremum of S. അപ്പോൾ സുപ്രീമത്തിൻ്റെ ഒരു ഇക്വലന്റ് കണ്ടീഷനാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ തിയറം അല്ലെങ്കിൽ ലെമ. എന്താണ്? ക്യാപിറ്റൽ M എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് എസ് ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന് അപ്പർ ബൗണ്ട് ആവണം. M is an upper bound of S. അതായത് X is less than or equal to capital M for every X in S. അപ്പർ ബൗണ്ട് ആവണം. M is an upper bound of S. രണ്ടാമത്തെ കണ്ടീഷൻ ഇതൊന്ന്. രണ്ടാമത്തെ കണ്ടീഷൻ ഇത് രണ്ടാമത്തെ കണ്ടീഷൻ എമ്മിനേക്കാൾ ചെറിയ ഏത് നമ്പർ എടുത്താലും ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എമ്മിനേക്കാൾ ചെറിയ ഏത് M minus എപ്സിലോൺ എടുത്താലും M minus എപ്സിലോൺ ഇസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. There exists X epsilon in S such that M minus epsilon is less than X epsilon. So this can be viewed as taken as an equivalent definition for the definition of supremum. കാരണം this is if and only if condition ആണ്, necessary and sufficient condition ആണ്. ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ടിൽ ചെറുത് എന്ന് പറയുന്നത് ലീസ്റ്റ് എലമെന്റ് ഓഫ് അപ്പർ ബൗണ്ട്സ് എന്ന് പറയുന്നതിനോട് ഇക്വലന്റ് ആണ് അതിനേക്കാൾ ചെറിയ വേറെ അപ്പർ ബൗണ്ട് ഇല്ല എന്ന് പറയുന്നത്. ലീസ്റ്റ് എലമെന്റ് ഓഫ് അപ്പർ ബൗണ്ട്സ് എന്ന് പറയുന്നതിനോട് ഇക്വലന്റ് ആണ് നോ നമ്പർ ലെസ് ദാൻ M is an upper bound എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. നോ നമ്പർ ലെസ് ദാൻ M is an upper bound എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് അവർ ലെമ്മ. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്തു. മനസ്സിലായെന്ന് വിചാരിക്കണം.